ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നാളെ വിഷു ആണ്. ഇന്നിപ്പോൾ ഏപ്രിൽ 14-ാം തീയതിയാണ്. ഈ വീഡിയോ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യണതെന്ന് ഒരു ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് എടുത്ത് പറഞ്ഞത്. സാധാരണ എല്ലാ വർഷവും മേടമാസം 1-ാം തീയതിയല്ലേ വിഷു വരാറ്. ഇതിപ്പോൾ 2-ാം തീയതിയാണ് വന്നേക്കണേ. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കുമല്ലേ. അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ പിടിയില്ല. അപ്പോൾ എന്തായാലും എല്ലാ തവണയും കണി വയ്ക്കാറുണ്ട്. നമുക്ക് വിഷു ആഘോഷിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ മാക്സിമം കണി വയ്ക്കാറുണ്ട്. ഞാൻ തന്നെയാണ് അതിന് മുന്നിട്ടിറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഫാനൊന്നും ഇല്ലാതെ നമുക്ക് വീഡിയോ അല്ല ഒന്നും ചെയ്യാൻ ഒരു നിർവാഹം ഇല്ല കേട്ടോ. വേർത്തൊലിക്കണം, അത്രയ്ക്ക് ചൂടാണ്. ഒരു 2-3 മിനിറ്റ് പോലും ഫാനൊന്നും ഇല്ലാതെ ഇരിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഫാൻ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തരം ഇങ്ങനെ ചെരമ്പൽ കേൾക്കും. വീഡിയോയ്ക്ക് മൈക്കൊന്നും ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയും കൂടെ വോയിസ് ആണെങ്കിൽ ഒരു വൃത്തികേടാവും. മാത്രമല്ല, ഞാൻ സിറ്റ് ഔട്ടിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ പുറത്തുള്ള വോയിസ് എല്ലാം അതിനകത്ത് ക്യാപ്ചർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫാൻ ഓഫാക്കിയിട്ടേക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വേർത്തൊലിക്കുന്നത്. ഭയങ്കര ചൂടാണ്. അപ്പോൾ പ്രഗ്നൻറ്റും കൂടെ ആയിരിക്കുന്നത് കൊണ്ട് കുറച്ചധികം ചൂടാണ്. അപ്പോൾ പറഞ്ഞു വന്നത് വിഷു. അപ്പോൾ നാളെ സാധാരണ എല്ലാ തവണയും വിഷുവിന് കണിയൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 തവണ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലായതുകൊണ്ട് അവിടെയാണ് കണി വെച്ചത്. അപ്പോൾ ഇവിടെ ഞാനില്ലാത്തത് കൊണ്ട് തന്നെ ഇവരിവിടെ കണി വെച്ചിട്ടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണെങ്കിൽ കണി വെച്ചിട്ടില്ല. അപ്പോൾ പടക്കം പൊട്ടുന്ന സൗണ്ടൊക്കെ വീഡിയോയിൽ കേൾക്കുന്നുണ്ടാവും കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യണം. അപ്പോൾ ഇത്തവണ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്തവണ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഒന്ന് കണിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അച്ഛനും അമ്മയും കൂടെ കുറച്ചും കൂടെ ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. എൻ്റെ മദറിലോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 3-3:30 ഒക്കെ ആകുമ്പോൾ എത്തും. അനന്തുവിന് വരാൻ പറ്റുമോ എന്നറിയില്ല. മാക്സിമം വരാൻ നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കണിയും കാര്യങ്ങളൊക്കെ ഒരുക്കാനുണ്ട്. ഈവനിങ്ങോട് കൂടെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ കാലത്ത് നമുക്ക് കുളിച്ച് വിളക്ക് വെക്കാനുള്ള പരിപാടീസേ ഉണ്ടാവുള്ളൂല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് ഐറ്റംസ് കൂടെ വാങ്ങാനുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും കൂടെ പോയേക്കുക. വരുന്ന വഴിക്ക് അമ്മ എൻ്റെ മദറിലോ വന്നിട്ടുണ്ടെങ്കിൽ ആളെയും കൂടെ പിക്ക് ചെയ്തിട്ടേ ഇനി അവർ വരുള്ളൂ. അപ്പോൾ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ മാങ്ങ, ചക്ക, പൂവ്, തെച്ചിപ്പൂവൊക്കെ പറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി വഴിയെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ വീഡിയോയിൽ കാണിക്കാം. ചക്ക പറിക്കാനുണ്ട്, മാങ്ങ പറിക്കാനുണ്ട്, തെച്ചിപ്പൂ പറിക്കാനുണ്ട്, കണി ഒരുക്കുമ്പോൾ വേണ്ട സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. പിന്നെ പ്രത്യേകിച്ച് ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വേർത്ത് കുളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ്, സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് പോലും കാറ്റൊന്നും ഇല്ല. പണ്ട് ഇവിടെ എല്ലാവരും വരുന്ന സമയത്ത് പുറത്തൊക്കെ നല്ല ചൂടാണെങ്കിലും ഇവിടെ ഇരിക്കുമ്പോൾ വലിയ ചൂടില്ല എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ ഒട്ടും പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടാണ്. ഓൾമോസ്റ്റ് 14 ജില്ലകളിലും യെല്ലോ അലേർട്ടാണല്ലോ. ഇടുക്കി, വയനാട് ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണല്ലോ. ഏറ്റവും കൂടുതൽ പത്തനംതിട്ട, കൊല്ലം, പാലക്കാടൊക്കെയാണ് ചൂടെന്നാണ് കേട്ടത്. അപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ പറ്റുന്നില്ലെങ്കിൽ അവിടുത്തെ ഒരു കണ്ടീഷൻ ഓർക്കാൻ കൂടെ പറ്റുന്നില്ല. വീട്ടിനകത്തിരുന്നിട്ട് ഇത്ര ചൂടെങ്കിൽ പുറത്തു പോയി ജോലിയൊക്കെ ചെയ്യുന്നവരുടെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനിയും 1-1.5 മാസത്തോളം ചൂട് കൂടുകയാണെന്നല്ലേ ന്യൂസിലൊക്കെ പറയുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസൊക്കെ എടുക്കുക. മാക്സിമം ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക. ഈ 10:30 to ഒരു 3 മണി വരെയാണ് ഭയങ്കര ചൂടെന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇറങ്ങാൻ പറ്റണവരൊക്കെ അതിന് മുന്നേ ഇറങ്ങിയിട്ടും ഈ ഒരു ഗ്യാപ്പിൽ ഇറങ്ങാതെ 3 മണിക്ക് ശേഷമൊക്കെ പുറത്തിറങ്ങാനൊക്കെ ശ്രമിക്കുക. ജോലിക്കൊക്കെ പോണവർക്ക് അത് ഇമ്പോസിബിൾ ആണെന്ന് അറിയാം. പക്ഷെ എങ്കിലും ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഈ ഒരു ചൂട് കാരണം വരുന്നുണ്ടല്ലോ. നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ ഇനി നമുക്ക് ചക്കയും മാങ്ങയും പൂവൊക്കെ കളക്ട് ചെയ്യണം. ഇപ്പോൾ ഇതാ മാങ്ങ പറിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നിന്ന് മാങ്ങ പറിക്കുന്നത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ മാത്രമല്ല, ഇതിൻ്റെ മുന്നേ ആയിട്ടും അനന്തു എറിഞ്ഞ് പറിക്കണതും അല്ലാതെ അമ്മ ഇതുപോലെ തോട്ടി വെച്ച് പറിക്കണതൊക്കെ കാണിച്ചിട്ടുണ്ട്.
ഇത്തവണ വലിയ ബുദ്ധിമുട്ടില്ലാതെ അടിച്ചപ്പോൾ തന്നെ 2-3 അടിയിൽ തന്നെ മാങ്ങ താഴെ വീണിട്ടുണ്ട്. എനിക്കിങ്ങനെ ഞെട്ടോട് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അതാവുമ്പോൾ കണി വയ്ക്കുമ്പോൾ ഈ ഒരു കമ്പോടുക്കുന്ന വെക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെച്ചിപ്പൂ പറിക്കാനായിട്ട് വന്നതാണ്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പറമ്പാണ്. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ഓട് വീടായിരുന്നു. അതെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഒത്തിരി നാളായി ഇപ്പോൾ ഈ ഒരു സ്ഥലം വിറ്റ് അവർ പുറത്ത് റോഡ് സൈഡ് വീടും സ്ഥലമൊക്കെ വാങ്ങിച്ച് അങ്ങോട്ട് മാറിയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആരും ഇല്ല. പണ്ട് തൊട്ടേ ഈ തെച്ചിയിൽ ഇതുപോലെ നിറയെ പൂക്കളാണ്. ഇതിൻ്റെ ഒരു കമ്പ് നമ്മൾ വീട്ടിലും കൊണ്ടുവച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം വലിയ മരമായിട്ടുണ്ട്. പക്ഷെ ഇത്രയും അങ്ങോട്ട് പൂവാവണില്ല. ഇത് നല്ല വെയിലൊക്കെ ഉള്ളൊരു കണ്ണീറുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇതിനകത്ത് ഇത്രയും പൂവ്. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള പൂക്കളൊക്കെ പറിച്ച് ഇത്രയും പൂക്കൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് മാല കെട്ടാമെന്നാണ് വിചാരിക്കുന്നത്. കൃഷ്ണവിഗ്രഹത്തിന് ചാർത്താനായിട്ട് അമ്മ നല്ല അടിപൊളിയായിട്ട് മാല കെട്ടും. അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം കേട്ടോ. അതായത് സൂചി കൊണ്ട് കോർക്കുകയല്ല, അല്ലാതെ വാഴനാര് കൊണ്ടൊക്കെ അമ്മ നല്ല സൂപ്പറായിട്ട് മാല കെട്ടും. ഈ കൃഷ്ണവിഗ്രഹത്തിനാണ് ഇത്തവണ കണി വെക്കാനായിട്ട് എടുക്കുന്നത്. വീട്ടിൽ 2 പേരാണ് ഉള്ളത്. ഇയാളെയാണ് നമ്മൾ സാധാരണ കണി വെക്കാനൊക്കെ ആയിട്ട് എടുക്കുന്നത്. മറ്റാൾ പിന്നെ ഒരു ഗ്ലാസ്സൊക്കെ ഇട്ട ഒരു ഇതിനകത്താണ്. അതുകൊണ്ട് തന്നെ ആളെ അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ല. അത് ഒത്തിരി വർഷം പഴക്കമുള്ള കൃഷ്ണവിഗ്രഹമാണ് കേട്ടോ. ഇയാൾക്ക് അത്ര പഴക്കമില്ല, അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ തവണയും നമ്മൾ കണി ഒരുക്കാനായിട്ട് എടുക്കാറ് ഇയാളെയാണ്. അപ്പോൾ ജസ്റ്റ് പൊടിയൊന്നും കാര്യമായിട്ടില്ലായിരുന്നു, എന്നാലും ആ തൽക്കാലം ഒന്ന് തട്ടി കൊടുത്തൊന്ന് വൃത്തിയാക്കാമെന്ന് കരുതിയിട്ട് ഞാനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളെടുത്ത് ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മളൊരു നല്ല കാര്യത്തിന് എടുക്കുകയാണല്ലോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ചിരാത് കത്തിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഒരു 9 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. ദീപാവലിക്ക് കത്തിച്ച് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതും കൂടെ വെക്കാമെന്നാണ് കരുതുന്നത്. ഒത്തിരി ചിരാത് ഇരിപ്പുണ്ട്. വീട് കംപ്ലീറ്റ് ആ ഒരു സമയത്ത് കാർത്തികയ്ക്കും ദീപാവലിക്കും ഒക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചതാണ്, പുതിയതാണ്. അതുകൊണ്ട് തന്നെ കഴുകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിലും ചിരാതൊന്നും അങ്ങനെ കഴുകുമെന്ന് തോന്നണില്ല. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും ഞാൻ ഓരോന്ന് ഇതുപോലെ എടുത്ത് ക്ലീൻ ചെയ്യാണ്. വലിയ എഫേർട്ടൊന്നും വേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മളതങ്ങ് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു കരിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഞാനിവിടെ ഇപ്പോൾ എടുത്തേക്കുന്നത് 9 എണ്ണമാണ്. ഇങ്ങനെയാണ് കേട്ടോ അമ്മ മാല കെട്ടാറ്. അതായത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ട് ഇതുപോലെ ഈ ത്രെഡ് വെച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റി 2 വിരലിനിടയിലൂടെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കും. ഇതിപ്പോൾ എനിക്കും അറിയാം ഇങ്ങനെ കെട്ടാനായിട്ട്, അമ്മ എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫ്ലവറും ആൾ ഇതുപോലെ തന്നെ കെട്ടും, നല്ല അടിപൊളിയായിട്ട് കെട്ടും. അങ്ങനെ ആ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു ഉരുളിയിലാണ് നമ്മൾ കണി ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇടനാഴികയിലാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ഥലപരിമിതി ഉണ്ട്. പണ്ടത്തെ വീടായതുകൊണ്ട് തന്നെ നമുക്ക് ഡൈനിങ് ഹാള് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇടനാഴിക, തെക്കേമുറി, 5-ാം വര അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോരോ സ്ഥലത്തിന് നമ്മൾ ഈ വീട്ടിൽ പറയുന്നത്. ഇത് ഇടനാഴികയാണ്. അപ്പോൾ അവിടെ അതിനനുസരിച്ചുള്ള സ്പേസാണ് ഉള്ളത്. അപ്പോൾ ഒത്തിരി വീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കാനും ഉമ്മറത്തുള്ള വാതിലടയ്ക്കാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം ഈ ഒരു ചെറിയ രീതിക്കാണ് ഞാൻ സെറ്റ് ചെയ്തത്. എനിക്കെന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ പോരാത്തത് കൊണ്ട് തന്നെ ഞാൻ കൃഷ്ണവിഗ്രഹം ഇരുന്ന ആ ഒരു ബേസ് മാറ്റിയിട്ട് കുറച്ചും കൂടെ വീതിയും നീളമുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് പട്ടു മടക്കി വയ്ക്കാനും അതുപോലെ ഭഗവത്ഗീതയാണ് വെക്കുന്നത്, അത് വെക്കാനും എല്ലാറ്റിനും അത്യാവശ്യം നല്ല രീതിക്ക് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരുക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം വെച്ചിരുന്ന ആ ഒരു ബേസിന് ഇത്രയ്ക്കും വീതിയും നീളവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ മുകളിലേക്ക് ഇരിക്കില്ലായിരുന്നു. പിന്നെ താഴെ വെക്കേണ്ടി വരും. അങ്ങനെ ഞാനിതാ ഒരുവിധം ഇവിടെ നമ്മുടെ കണി ഒരുക്കാനുള്ള കാര്യം ചെയ്തിട്ടുണ്ട്. ഹലോ, എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഹാപ്പി വിഷു. അപ്പോൾ കണിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അച്ഛനും അമ്മയും ആരും എഴുന്നേറ്റിട്ടില്ല. 3-3:30 ആയിട്ടുള്ളൂ സമയം. അപ്പോൾ ഇന്നലെ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് ഞാൻ തന്നെ വേണം ഫസ്റ്റ് എഴുന്നേറ്റ് കുളിച്ച് കണിയൊക്കെ വെച്ച് അവർ വരുന്നതിനേക്കാളും മുന്നേ എല്ലാം സെറ്റ് ചെയ്യണം എന്നുള്ളത്. സാധാരണ എല്ലാ തവണയും അമ്മയാണ് എഴുന്നേറ്റ് കുളിച്ച് കണിയൊക്കെ ഒരുക്കി ഞങ്ങളെയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കാണിക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ ഞാൻ തന്നെ എഴുന്നേറ്റ് കുളിച്ച് കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവർ വരുമ്പോൾ തന്നെ അത് കാണട്ടെ എന്നുള്ള രീതിക്കാണ് വെച്ചേക്കുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും കണിയൊക്കെ കണ്ട് സെറ്റായോ? അപ്പോൾ ഞാൻ ഒരുക്കിയ കണി എല്ലാവർക്കും കാണിച്ചു തരാം.